അജിത്ത് ചിത്രത്തിലെ പാട്ടുകൾക്ക് തിരിച്ചടി. ഗാനങ്ങൾ ചിത്രത്തിൽ ഉപയോഗിക്കാൻ ആകില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. ഇളയരാജ നൽകിയ ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. സംഭവത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ നിർമ്മാതാക്കൾ വിശദീകരണം നൽകണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു സിനിമാ ലോകവും ആരാധകരും. ഏപ്രിൽ 10-നായിരുന്നു ആഗോളതലത്തിൽ ഗുഡ് ബാഡ് അഗ്ലി തിയേറ്ററുകളിലെത്തിയത്. മികച്ച അഭിപ്രായമായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ചിത്രത്തിന് ലഭിച്ചതും. അദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരൻ, അല്ലി രാജ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രം അജിത്തിന്റെ കരിയറിലെ ഹൈ വോൾട്ടേജ് ചിത്രങ്ങളിലൊന്നു തന്നെയാണ്. ഒരു മാസ് എന്റർടൈനറായി തന്നെയാണ് അജിത് ചിത്രം തിയേറ്ററുകളിലും എത്തിയത്. തുടക്കം മുതൽ ഒരേ വൈബ്, ക്ലൈമാക്സ് വരെ ഒരു പക്ക അജിത് ഷോ തന്നെയാണ് സിനിമ സമ്മാനിക്കുന്നത്. ഇൻട്രോ സീൻ മുതൽ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വകയെല്ലാം സിനിമ ഒരുക്കിയിട്ടുമുണ്ട്. ചിത്രത്തിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് തന്നെ ചിത്രത്തിലെ ഗാനങ്ങൾ തന്നെയാണ്. എന്നാൽ ഇപ്പോഴിതാ അജിത് ചിത്രത്തിലെ പാട്ടുകൾക്ക് എതിരായി ഇളയരാജ നൽകിയ ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുകയാണ്. ഗാനങ്ങൾ ചിത്രത്തിൽ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. പകർപ്പവകാശ ലംഘന പരാതിയിലാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇളയരാജ ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിലെ 3 പാട്ടുകൾക്കെതിരെയായിരുന്നു പരാതി നൽകിയത്. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിർമ്മാതാക്കൾ ഈയൊരു സംഭവവുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. തന്റെ ഗാനങ്ങൾ അനുമതിയില്ലാതെ സിനിമയിൽ ഉപയോഗിച്ചുവെന്നും ഇത് പകർപ്പവകാശ നിയമ ലംഘനമാണെന്നും ഇളയരാജ ഹർജിയിൽ പറഞ്ഞിരുന്നു. 5 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. അതേസമയം യഥാർത്ഥ അവകാശികളിൽ നിന്ന് അനുമതി ലഭിച്ചിട്ടുണ്ടെന്നാണ് സിനിമയുടെ നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചിരുന്നത്. ഏപ്രിൽ 10-നായിരുന്നു ഗുഡ് ബാഡ് അഗ്ലി തിയേറ്ററുകളിലെത്തിയത്. ഏപ്രിൽ 15-ന് ഇളയരാജ വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. ചിത്രത്തിൽ അനുമതിയില്ലാതെ തന്റെ ഗാനങ്ങൾ ഉപയോഗിച്ചുവെന്നായിരുന്നു ഇളയരാജ പരാതി നൽകിയത്. ഇതിനു മുമ്പും തന്റെ ഗാനങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി പല സിനിമാക്കാർക്കും ഇളയരാജ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇനി അണിയറ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുമോ ഇല്ലയോ എന്ന് തന്നെയാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.